ആതിഥേയരായ രണ്ടാം ടെസ്റ്റ് മത്സരം ആരംഭിക്കുന്നതിന് മുമ്പേ ആരാധകർ അല്പം ആശങ്കയിലായിരുന്നു. ജസ്പ്രീത് ബുംറ ഇല്ലാത്ത പേസ് നിര എങ്ങനെയായിരിക്കും ഗ്രൗണ്ടിൽ എന്ന ആശങ്കയായിരുന്നു അതിൽ പ്രധാനം. എന്നാൽ മുഹമ്മദ് സിറാജും ആകാശ് ദീപും ആ ആശങ്ക മാറ്റി. മറ്റൊരാശങ്ക എഡ്ജ്ബാസ്റ്റൺ ക്രിക്കറ്റ് മൈതാനവും ഇന്ത്യയുടെ മുൻ ടെസ്റ്റ് മത്സരങ്ങളുടെ ഫലവുമാണ്. ചരിത്രം പരിശോധിച്ചാൽ തോൽവിയുടെ തട്ട് താഴ്ന്നിരിക്കും. അതുകൊണ്ട് തന്നെ രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ ജയിക്കും എന്ന പ്രതീക്ഷ ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ രണ്ടാം ടെസ്റ്റ് മത്സരത്തിലെ ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സും കഴിഞ്ഞതോടെ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ യുവ ടെസ്റ്റ് പട. ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഒരു മത്സരത്തിൽ 1000 റൺസ് മറികടക്കുന്ന 6ാമത്തെ ടീം എന്ന നേട്ടമാണ് ടീം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. 2 ഇന്നിംഗ്സുകളിലായി 1014 റൺസ് എന്ന കൂറ്റൻ സ്കോർ ഇന്ത്യ സ്വന്തമാക്കി. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ മാത്രം 430 റൺസാണ് നേടിയത്. ആദ്യ ഇന്നിംഗ്സിൽ 269ഉം രണ്ടാം ഇന്നിംഗ്സിൽ 161 റൺസ് സ്വന്തമാക്കിയാണ് ഗിൽ 430 റൺസ് എന്ന നേട്ടത്തിലേക്ക് എത്തിയത്. എഡ്ജ്ബാസ്റ്റണിൽ ഇന്ത്യ നേടിയ 1014 റൺസ് ഒരു ടെസ്റ്റ് മത്സരത്തിലെ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോറാണ്. 2004 സിഡ്നി ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ നേടിയ 916 റൺസ് എന്ന വൻ റെക്കോർഡ് ഇന്ത്യയുടെ യുവപട മറികടന്നിരിക്കുകയാണ്. എഡ്ജ്ബാസ്റ്റണിലെ റൺ വിരുന്നോടെ ടീം ഇന്ത്യ 1000 റൺസ് ക്ലബിൽ ചേർന്നു. ഇംഗ്ലണ്ട് 1930, ഓസ്ട്രേലിയ 1934, 1969, പാകിസ്ഥാൻ 2006, ദക്ഷിണാഫ്രിക്ക 1939 എന്നീ വർഷങ്ങളിലാണ് ഈ ക്ലബിൽ ഇടം നേടിയിട്ടുള്ളത്. ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ 4ാമത്തെ ഉയർന്ന സ്കോറാണ് ഇന്ത്യ നേടിയത്. 1930 ജമൈക്കയിലെ കിങ്സ്റ്റണിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ നേടിയ 1121 റൺസുമായി ഇംഗ്ലണ്ട് പട്ടികയിൽ മുന്നിലാണ്. 2006 ഫൈസലാബാദ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നേടിയ 1078 റൺസ് ഈ പട്ടികയിൽ 2ാം സ്ഥാനത്തുണ്ട്. 1934 ഇംഗ്ലണ്ടിനെതിരെ ഓസ്ട്രേലിയ നേടിയ 1028 റൺസാണ് 1ാം സ്ഥാനത്തുള്ളത്. 1969 സിഡ്നിയിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഓസ്ട്രേലിയ വീണ്ടും 1000 റൺസ് മറികടന്നിരുന്നു. 1939 ഡർബൻ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ദക്ഷിണാഫ്രിക്ക നേടിയ 1011 റൺസും പട്ടികയിൽ 6ാം സ്ഥാനത്താണ്. ഇന്ത്യയുടെ യുവതാരങ്ങളുടെ പെർഫോമൻസിനെ കുറിച്ച് പറയുമ്പോൾ ഗില്ലിനെ എടുത്തു പറയാതെയും പറ്റില്ല. ഇന്ത്യൻ ടെസ്റ്റ് ടീമിലെ ക്യാപ്റ്റൻ സ്ഥാനം സച്ചിനും കോഹ്ലിയും തിളങ്ങി നിന്ന 4ാം നമ്പർ ബാറ്റിംഗ് ഓർഡർ എന്നീ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഒരുമിച്ച് ഏറ്റെടുക്കുക എന്നത് വലിയ സമ്മർദ്ദമുണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ ശുഭ്മാൻ ഗിൽ അതെല്ലാം അതിജീവിച്ചു എന്ന് മാത്രമല്ല, ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ വലിയ റെക്കോർഡുകളും തിരുത്തിക്കുറിച്ചു. ഈ 2 ചുമതലകൾ ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യ 2 മത്സരങ്ങളിലും ഗിൽ കിടിലൻ പ്രകടനമാണ് പുറത്തെടുത്തത്. 148 വർഷത്തെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരേ മത്സരത്തിൽ ഇരട്ട സെഞ്ചുറിയും 150 റൺസും നേടുന്ന ആദ്യ താരമായി ഗിൽ മാറിയതും ചരിത്രമായിരുന്നു. രണ്ടാം ഇന്നിംഗ്സിൽ ഏകദിന ശൈലിയിൽ കളിച്ച ഗിൽ 162 പന്തിലാണ് 161 റൺസ് നേടിയത്. 13 ബൗണ്ടറികളും 8 സിക്സറുകളും പായിച്ചു. ആദ്യ ഇന്നിംഗ്സിൽ ഇരട്ട സെഞ്ചുറി നേടിയ ഗില്ലിനെ ഇത്തവണയും തളയ്ക്കാൻ കഴിയാതെ ഇംഗ്ലണ്ട് താരങ്ങൾ കുഴങ്ങിയിരുന്നു. 2 ഇന്നിംഗ്സുകളുമായി ഗില്ല് 430 റൺസ് നേടിയതോടെ ടെസ്റ്റ് മത്സരത്തിൽ ഒരു ഇന്ത്യക്കാരൻ നേടുന്ന ഏറ്റവും ഉയർന്ന റൺസ് എന്ന റെക്കോർഡിനും അർഹനായിട്ടുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.